അസ്സലാമലൈക്കും എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മാഗി നൂഡിൽസ് വെച്ചിട്ട് നല്ലൊരു വിഭവം തയ്യാറാക്കാം. മാഗി ബട്ടർ മസാല. നമ്മൾ പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കുന്ന ഏകദേശം അതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി മാഗി ബട്ടർ മസാല എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിലേക്ക് നമുക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറേ സമയം ഒന്ന് വഴറ്റണ്ട കേട്ടോ. കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10-12 കശുവണ്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ റോസ്റ്റ് ചെയ്ത കശുവണ്ടി മാത്രമേ ഉള്ളൂ. സാധാരണ കശുവണ്ടി ചേർത്താലും മതിയാവും. അപ്പോൾ റോസ്റ്റ് ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല. കശുവണ്ടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയും കശുവണ്ടിയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് ഇത് രണ്ടും നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടും. നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ തണുക്കാൻ കുറേ സമയം എടുക്കും. ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3.5 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാഗി നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്ലേവറിലുള്ള 2 പാക്കറ്റ് മാഗി നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ 2 മിനിറ്റ് മാഗി നൂഡിൽസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 പാക്കറ്റ് നൂഡിൽസ് നമുക്ക് പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം. ഞാനിവിടെ ചിക്കൻ എടുത്തൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പാക്കറ്റും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ വരുന്ന മസാല പൗഡർ ഉണ്ടല്ലോ, മാഗി മസാല പൗഡർ, അതിപ്പോൾ ചേർക്കണ്ട. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന നൂഡിൽസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറേ അങ്ങ് വെന്ത് പോവരുത്. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ മാഗി കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പാകത്തിലുള്ള ഏകദേശം 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. ഇത് കണ്ടില്ലേ, നമ്മുടെ നൂഡിൽസ് ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വേറെ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു ഒട്ടിപ്പിടിച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരക്കാൻ. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നല്ലപോലെ അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മാഗി ബട്ടർ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. നമ്മൾ നേരത്തെ എടുത്ത പാത്രം തന്നെ ഞാൻ കഴുകിയെടുത്തതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മതി കേട്ടോ. ഒരുപാട് ഉപ്പൊന്നും ഇതിലേക്ക് ആവശ്യമില്ല, കുറച്ച് മതി. 1 ടീസ്പൂൺ വരെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാഗി മസാല പൗഡർ ഇതിലേക്ക് ചേർക്കാം. 2 സാഷയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് പശുവിൻ പാലാണ് ചേർക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം ക്രീമാണ് ഇഷ്ടമെങ്കിൽ വിപ്പിംഗ് ക്രീമോ കുക്കിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പശുവിൻ പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാഗി നൂഡിൽസും കൂടി ഇതിലേക്ക് ചേർക്കാം. നൂഡിൽസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നൂഡിൽസ് നമ്മൾ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വേറെ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗി ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ മാഗി കഴിക്കുന്ന പോലെയൊന്നുമല്ല, ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡിന്നറിനൊക്കെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മാത്രം മതി, വേറെ ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി എടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്